ഈ പൊന്നു മക്കളുടെ കരച്ചിൽ കാണുമ്പോൾ വലിയ സങ്കടം തോന്നുകയാണ്. ഇതാ വിമാനാപകടത്തിൽ, അഹമ്മദാബാദിലെ വിമാനാപകടത്തിൽ മരണപ്പെട്ട മലയാളിയായ രഞ്ജിതയുടെ മക്കളാണ്. ഇപ്പോഴും അവരുടെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടില്ല. സഹോദരൻ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് അഹമ്മദാബാദിലെത്തി 72 മണിക്കൂറിനുള്ളിൽ മൃതദേഹം തിരിച്ചറിയാൻ കഴിയുമെന്നൊക്കെയാണ് സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നത്. പക്ഷേ തിരിച്ചറിയാനോ ആരുടേതാണ് കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ ഇനിയും തിരിച്ചറിയാത്തത് കൊണ്ട് DNA ടെസ്റ്റ് പോലും നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഒരു മക്കൾ അവർ ഏതായാലും മാനസികമായിട്ട് ഒരുങ്ങി, ഇനി ഒരിക്കലും അവരുടെ അമ്മ ജീവനോടെ ഇല്ല എന്നുള്ളത്. പക്ഷെ ആ അമ്മയുടെ ശേഷക്രിയ ചെയ്യാൻ ആ മൃതശരീരം ഒന്ന് വിട്ടുകിട്ടണം എന്നുള്ള ഉള്ളിൽ വല്ലാത്തൊരാഗ്രഹമായിരിക്കും. അവർക്ക് അവരുടെ വിശ്വാസപരമായിട്ട് കുറേ ചടങ്ങുകളുണ്ടാവും. അതുപോലും ഒന്ന് കാണാനും കിട്ടാനും കഴിയാത്തൊരു മാനസികാവസ്ഥ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു അമ്മ എന്ന നിലയ്ക്ക് രഞ്ജിത, 39 വയസ്സ് അവർക്ക് പ്രായം, ഡിവോഴ്സിയാണ്. ആ 2 മക്കളെ പൊന്നുപോലെ നോക്കി ഇവർ സർക്കാർ ഫസ്റ്റത്തെ എഴുത്തിൽ തന്നെ PSC എഴുത്തിൽ തന്നെ സർക്കാർ ജോലി കിട്ടി, ഒരു നഴ്സായിട്ട് മാറി. അമ്മക്ക് ക്യാൻസർ, അങ്ങനെ ആ ഒരു കുടുംബം നോക്കാൻ വേണ്ടി ചോർന്നൊലിക്കുന്ന ആ വീട്ടിൽ നിന്നൊരു നല്ല വീട്ടിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അവർ അത്രയും കഠിന പരിശ്രമങ്ങൾ നടത്തിയിട്ടാണ് ഗൾഫിലൊക്കെ ജോലിക്ക് പോയത്. കുവൈത്തിലുണ്ടായിരുന്നു. പിന്നെ അവർ 5 വർഷം മുൻപാണ് അവർ ഒമാൻ മസ്കത്തിലേക്ക് പോകുന്നത്. ആ സമയത്ത് മക്കളെയും കൂടെ കൂട്ടിയ മക്കൾ അവിടെ മസ്കത്തിൽ ചേർത്ത് അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു വീട് പണിയൊക്കെ നിർമ്മാണം ആരംഭിച്ച് ഈ ഒരു ഓണത്തിന് ആ വീട്ടിൽ കയറി ഇരിക്കാൻ വേണ്ടി പാല് കാച്ചലൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ മുസ്ലിങ്ങളൊക്കെ റബീഉൽ അവ്വലിന് ഇരിക്കുന്നത് പോലെ ഹിന്ദുമത വിശ്വാസികൾ വളരെ സന്തോഷമായിട്ട് കരുതുന്നൊരു മാസമാണ് ഓണം, ചിങ്ങം. ആ ചിങ്ങത്തിലിരിക്കാൻ വേണ്ടി കരുതിയിരുന്നത്. അതിനനുസരിച്ചുള്ള പ്ലാനുകളൊക്കെ റെഡിയാക്കിയത്. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം അവർക്ക് ലണ്ടനിൽ നഴ്സായിട്ട് ജോലി കിട്ടുന്നത്. അപ്പോഴാണ് മക്കളെ നാട്ടിൽ കൊണ്ടുവന്നാക്കി നാട്ടിലെ സ്കൂളിൽ കൊണ്ട് ചേർത്ത് തൻ്റെ സ്വപ്നങ്ങൾ ഏതൊക്കെ രീതിയിൽ തുന്നിച്ചേർക്കാൻ പറ്റുമോ അതിനൊക്കെ വേണ്ടിയിട്ട് കഠിന ശ്രമങ്ങൾ നടത്തുമ്പോഴും എല്ലാവരോടും നല്ല സ്നേഹവും സൗഹൃദവും കാണിച്ചിരുന്ന ഒരാളായിരുന്നു ഈ രഞ്ജിത. അവരൊരു ചടങ്ങിൽ അവർ കേക്ക് മുറിക്കുന്നവർക്ക് മസ്കത്തിൽ നിന്ന് ഒമാനിലത്തെ യാത്രയപ്പിൻ്റെ സമയത്ത് അവരൊരു കേക്ക് മുറിക്കുന്നൊരു വീഡിയോ കാണുമ്പോഴാണ് വല്ലാത്ത ഹൃദയം നോവുന്നത്. അവരത്രയും എല്ലാവരോടും സൗഹൃദം കാണിച്ചിരുന്ന അവർ പിന്നീട് ലണ്ടനിൽ ജോലി കിട്ടിയപ്പോഴാണ് മക്കളെ ഇവിടെ ആക്കി. എന്നിട്ട് ആ ലണ്ടനിൽ ജോലി കിട്ടിയിട്ട് അവരൊരു വർഷമായിട്ട് ലണ്ടനിൽ തന്നെ ആയിരുന്നു. പക്ഷേ അവർക്ക് സർക്കാർ സർവീസിൽ തിരിച്ച് കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ട് അവർ അപേക്ഷ കൊടുത്തു. അങ്ങനെ സൈൻ ചെയ്തതിന് ശേഷമാണ് അറിഞ്ഞത് ഒപ്പിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒപ്പ് ശരിയാക്കാൻ വേണ്ടി വെറും 4 ദിവസത്തെ അവധിക്ക് വേണ്ടിയിട്ടാണ് നാട്ടിൽ വന്നത്. അങ്ങനെ ആ സൈനൊക്കെ റെഡിയാക്കി സൈൻ ശരിയല്ലേ എന്ന് പറഞ്ഞ് ഏറ്റവും അടുത്ത സുഹൃത്തായ പെൺകുട്ടിക്ക് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ട് ആ വിമാനത്തിൽ കയറിയതാണ്. ആ വിമാനത്തിൽ കയറിയതിൻ്റെ പൊട്ടിത്തെറിക്കലാണ് രഞ്ജിത എന്നേക്കുമായിട്ട് ഇല്ലാതായത്. നമുക്കത് പറയുമ്പോൾ നമ്മൾ ഫോട്ടോയിൽ മാത്രം കണ്ട ഒരാൾ മാത്രമാണ്. ഒരു പക്ഷേ ചിലർക്ക് പരിചയം ഉണ്ടായിരിക്കാം. പക്ഷേ ആ 2 മക്കൾക്ക് അവരുടെ പ്രിയപ്പെട്ട അമ്മയാണ്. അവർക്ക് തിരികെ കിട്ടാതെ പോയത് സ്വന്തം അമ്മയുടെ ശരീരമാണ്. ഇപ്പോഴും അഹമ്മദാബാദിൽ ഇരുന്നിട്ട് എൻ്റെ സഹോദരിയുടെ ശരീരം കണ്ട് അവൻ്റെ DNA ടെസ്റ്റ് നടത്തിയിട്ട് ആ മൃതദേഹം ഇതാണ് എന്നറിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റുകളും പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം ടാറ്റ പ്രഖ്യാപിച്ച 1 കോടി രൂപയുടെ ധനസഹായങ്ങളും ഇതൊക്കെ കിട്ടുള്ളൂ. അതൊക്കെ ഒരു പ്രൊസീജിയറാണ്. ഒരു പക്ഷേ ആ കുടുംബത്തിന് ലക്ഷങ്ങൾ കോടികൾ എത്ര കൊടുത്താലും അവർക്കൊരിക്കലും അവരുടെ ജന്മം നൽകിയ അമ്മക്ക് പകരാവില്ല. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുക. ആ 179ഓളം ആളുകളുടെ മൃതദേഹങ്ങളാണ് തിരിച്ചറിഞ്ഞത്. അതിൽ 1079ഓളം ആളുകൾ ഡെഡ് ബോഡികൾ വിട്ട് കൊടുത്തിട്ടുണ്ട്.
പക്ഷേ ഒരുപാട് പേരുടേത് ഒരു തരത്തിലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ്. ഇതിൻ്റെ നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെ ഈ രീതിയിൽ കണ്ടാൽ മാത്രമേ, അതായത് ഇതിൻ്റെ ഡെത്ത് സർട്ടിഫിക്കറ്റുകളും അതേപോലെ മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ കൊടുത്താൽ മാത്രമാണ് നഷ്ടപരിഹാരം കിട്ടുക. അപ്പോൾ അതൊന്നും ഈ കുടുംബത്തിൻ്റെ ഒരു കാത്തിരിപ്പത, ഈ ഒരു അപകടം നടന്നിട്ട് ദിവസങ്ങളായി, ഇപ്പോഴും അതൊരു കിട്ടാത്ത സാഹചര്യം. അങ്ങനെ എത്രയോ പേരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ ആ പരിക്കേറ്റിൽ മരണപ്പെട്ട മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് യൂസഫ് അലി സാറിൻ്റെ മരുമകനാണ് 1 കോടി രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വിമാനത്തിൽ കയറിയ ആളുകൾക്ക്, വിമാനം സഞ്ചരിച്ച ആളുകൾക്ക് ടാറ്റ 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. കിട്ടാവുന്നതിലും വെച്ചിട്ട് ഏറ്റവും വലിയ തുകയാണ്. മുമ്പ് ഇതുപോലെ മംഗലാപുരത്ത് അപകടം ഉണ്ടായപ്പോൾ നഷ്ടപരിഹാരം പരമാവധി കൊടുക്കാൻ ശ്രമിച്ചൊരു കമ്പനിയാണ് ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നഷ്ടപരിഹാരത്തിന് യാതൊരു വിധത്തിലും പിശുക്ക് കാണിക്കാത്ത രീതിയിൽ കൊടുക്കാൻ തീരുമാനിച്ചത്. ഏറ്റവും മോശം സർവീസുകളിലൊന്നാണ് ഈ ഒരു വിമാന കമ്പനി എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. പലതരത്തിലും പല വിമാനങ്ങളും അതിന് ശേഷം പല സർവീസുകളും അവർ റദ്ദാക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതിൽ ഓരോ അപകടങ്ങളിൽ നിന്നും ഞാൻ ആ ഒരു കുട്ടികളുടെ മനസ്സിൽ കൂടെ നമ്മളൊന്ന് കണ്ടു നോക്കുക. ഓരോ ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും അവരെ ഉള്ളിൽ കാണുന്നൊരു ചിത്രം, പ്രിയപ്പെട്ട അമ്മയുടെ ചിത്രം. ആ ഒരു വീട് പണി ഏകദേശമൊക്കെ പൂർത്തിയായതായിരുന്നു. ആ വീടിൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നും. കാരണം നമ്മളൊക്കെ ഒരു വീടുണ്ടാക്കിയിട്ട് ആ വീട്ടിൻ്റെ ഉള്ളിൽ ഒന്ന് കയറിയിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ, പ്രത്യേകിച്ച് പ്രവാസികൾ അവരത്രയും ആഗ്രഹിച്ചിട്ടായിരിക്കും. പക്ഷേ ആ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കും മുമ്പ് ജീവിതം നഷ്ടപ്പെടാമെന്ന് പറഞ്ഞാൽ വലിയൊരു മോഹഭംഗം തന്നെയാണ്. അപ്പോൾ ആ മക്കൾക്കൊരു മനസ്സമാധാനത്തിന് ക്ഷമ കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. വിധിയെ നമ്മൾ എന്തായാലും ഉൾക്കൊള്ളുക. അതാണ് ഈശ്വരൻ്റെ ഒരു വിധി. അതിലപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറം മറ്റൊന്നും നടക്കില്ല. ദൈവഹിതം എന്താണോ അതെന്നെ നടക്കുള്ളൂ. പക്ഷെ അവർക്ക് ആ ശസ്ത്രക്രിയ ചെയ്യാനെങ്കിലും നഷ്ടപരിഹാരം കിട്ടാനെങ്കിലും ആ ഒരു മൃതദേഹം ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ മാത്രം അതൊക്കെ നടക്കുള്ളൂ. അങ്ങനെ കാത്തിരിക്കുന്നത് നമ്മൾ അറിയാത്ത എത്രയോ പേരുണ്ടാവും. ഇതിപ്പോൾ ഒരു മലയാളി എന്ന നിലയ്ക്ക് നമുക്കറിയാം ഇന്ന ആൾ ഇവിടെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അറിയാത്ത എത്രയോ പേര് ആ ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ട് ഹതഭാഗ്യരായിട്ടിരിക്കുന്ന ആളുകളുണ്ട്. എന്തായാലും ഇത് കാണുന്ന ഓരോ മലയാളികളും അവരുടെ പ്രാർത്ഥന ഉൾക്കൊള്ളിക്കണം. ആ ഒരു കുടുംബത്തിൻ്റെ കണ്ണീരൊപ്പാൻ, നമ്മൾ ആ മക്കളുടെ സങ്കടങ്ങൾ അവർക്കൊരല്പമെങ്കിലും ആശ്വാസമാവാൻ നമ്മുടെ പ്രാർത്ഥനകൾ ഒരു കാരണമാകുമെങ്കിൽ അതൊരു വലിയ സന്തോഷമാണ്. ആ വിമാനത്തിൽ കയറുമ്പോൾ ഓരോരുത്തരും വിചാരിച്ചിട്ടുണ്ടാവുക എന്തൊക്കെയോ തങ്ങളുടെ ലൈഫിൽ സ്വപ്നങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരു വിമാനത്തിൻ്റെ ഒരു ദുരന്തത്തിൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെടുന്ന പോലെ തന്നെ എപ്പോഴും നമ്മുടെ ജീവിതം അവസാനിക്കാവുന്ന ഉറപ്പന്നെ ഉള്ളൂ. പക്ഷേ എന്നിട്ടും നമ്മൾ സ്വപ്നം കാണുകയും സ്വപ്നങ്ങൾ നെയ്തെടുക്കുകയും ഇനിയും ഒരുപാട് പ്രതീക്ഷകൾ വെക്കുകയാണ് മുന്നോട്ട് ജീവിക്കുന്നത്. പക്ഷേ ആ ജീവിതത്തിൽ എപ്പോഴാണ് സഡൻ ബ്രേക്ക് എന്നുള്ളത് നമുക്കറിയില്ല. ഇതേപോലെ എല്ലാവരും ലൈഫുള്ളത്. ആ വിമാനത്തിൽ കയറിയ ആളുകൾ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് മരണപ്പെട്ടത് കൊണ്ട് ഒരു നഷ്ടപരിഹാരമെങ്കിലും കിട്ടുന്നു. അങ്ങനെ നഷ്ടപരിഹാരം കിട്ടാത്ത എത്ര ജീവിതങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു വർഷക്കാലത്ത് കനത്ത മഴയിൽ നഷ്ടപ്പെട്ടു പോകുന്ന കുട്ടികളുടെ ജീവിതങ്ങൾ, വീടിൻ്റെ ചുമര് ഇടിഞ്ഞിട്ടും മതിലിടിഞ്ഞ് വീണിട്ടും നഷ്ടപ്പെടുന്ന ജീവനുകൾ, അതിനൊന്നും ഒരു നഷ്ടപരിഹാരം പോലും കിട്ടുന്നില്ല. അപ്പോൾ ജീവിതം നോക്കി നമുക്കൊരു ഉറപ്പ് നമുക്കില്ല. ഉള്ള ലൈഫ് വളരെ ഷോർട്ടാണ്. അത് വളരെ ആഘോഷമായി സന്തോഷമായി മറ്റൊരാൾക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ലൈഫ് എന്നുള്ളത് ആരുടെയും കയ്യിൽ നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ ആകെ നോക്കേണ്ടത് നമ്മൾ ദൈവത്തെ സംതൃപ്തിപ്പെടുത്തിയോ അല്ലെങ്കിൽ ഒരുപാട് നന്മകൾ ചെയ്തോ, ദൈവം പറഞ്ഞ നന്മകൾ ചെയ്തോ, അതിലപ്പുറം നമ്മൾ ആരെയും വേദനിപ്പിച്ചിട്ടുണ്ടോ, നമ്മളൊരാൾക്ക് നമ്മുടെ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും ഒരാൾക്ക് ആശ്വാസം കൊടുത്തിട്ടുണ്ടോ, ഇതിലേക്ക് നമ്മൾ ചിന്തിച്ചാൽ തന്നെ വലിയൊരു പരിഹാരമാണ്. പലപ്പോഴും ചിന്തിക്കുക അങ്ങനെയാണ്, ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഒത്തിരി സൽക്രമങ്ങൾ ചെയ്യുന്ന ഒരാളാണ്, ഓക്കെ ആയിരിക്കാം. പക്ഷെ നിങ്ങളുടെ വാക്കുകൾ കൊണ്ടോ പ്രവർത്തികൾ കൊണ്ടോ ഒരാൾക്ക് ദ്രോഹം ഉണ്ടായിട്ടുണ്ടോ, ഒരാൾക്ക് വേദനിപ്പിച്ചിട്ടുണ്ടോ, അതിന് ഒഴിവാക്കാനാണ് നമ്മൾ ബുദ്ധിപൂർവ്വം ശ്രമിക്കേണ്ടത്. ഈ ചെറു ജീവിതത്തിൽ ഒരാൾക്കൊരു ആശ്വാസമാവാൻ, ഒരാൾക്കൊരു കാരുണ്യമാവാൻ, ഒരാൾക്കൊരു തണലാവാൻ നമുക്ക് സാധിച്ചാൽ. ഈ രഞ്ജിതയെക്കുറിച്ച് എല്ലാവരും പറയുന്നൊരു കാര്യം അങ്ങനെയാണ്. വളരെ സ്നേഹസമ്പന്നയാണ്, എല്ലാവരോടും നല്ല പെരുമാറ്റമാണ്. ഇതൊക്കെ തന്നെ ഒരു മനുഷ്യനെക്കുറിച്ച് കിട്ടാവുന്ന ഏറ്റവും നല്ല സർട്ടിഫിക്കറ്റ്. മരിച്ചപ്പോഴാണ് നമ്മളിങ്ങനെ രഞ്ജിത എന്ന പേരുള്ളൊരു സ്റ്റാഫ് ഉള്ളത് അറിഞ്ഞത്. എത്രയോ പേര് എത്രയോ സ്വപ്നങ്ങളുമായിട്ട് പ്രതീക്ഷകളുമായിട്ട് ജീവിക്കുന്നു. ചില ആളുകൾ ആ പ്രതീക്ഷ പാതി വഴിയിൽ ഉപേക്ഷിച്ച് അവനവൻ്റെ ജീവിതവേഷം അഴിച്ചു വെച്ച് എന്നേക്കുമായിട്ട് മറഞ്ഞു പോകുന്നു. ശേഷം ജീവിക്കുന്ന ആളുകൾ അവരെ ഓർത്ത് വേദനിക്കുന്നു. പക്ഷേ ഈ മക്കളുടെ സങ്കടം കാണുമ്പോൾ അതൊരു വല്ലാത്തൊരു നോവാണ്. കാരണം ഈ അഹമ്മദാബാദ് ദുരന്തത്തിൽ മലയാളിയായിട്ടുള്ള ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അത് ഈ രഞ്ജിത എന്ന പേരുള്ള ഈ ഒരു നഴ്സാണ്. അതിനെ അധിക്ഷേപിച്ചതും ഒരു മലയാളിയാണെന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ ഒരു വൈപരീതം, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ഒന്ന്. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉണ്ടാവണം എത്രയും പെട്ടെന്ന്
DNA ടെസ്റ്റൊക്കെ പൂർത്തിയാക്കാൻ കഴിയാനും അവർക്ക് ആ മൃതദേഹം വിട്ടുകിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവാനും അവരുടെ കുടുംബത്തിന് മക്കൾക്കൊരാശ്വാസമായി വരാനും